എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മൊബൈലിൽ നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ. ബഹുമാനം കൊടുക്ക വാങ്ങ. പാലക്കാട് BJP പണം വ്യാപകമായി വിതരണം ചെയ്യുന്നു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിന്റെ ദൃശ്യങ്ങളടക്കം ഷൂട്ട് ചെയ്താണ് ഇപ്പോൾ പരാതിയുമായി കോൺഗ്രസ് രംഗത്ത് വരുന്നത്. വൈകുന്നേരം വീട്ടിൽ കാണൂ. എന്തിനാണ്? കുറച്ച് കൈക്കൂലി കൊണ്ടുവരാനാ. ബാങ്കില്ലേ? എന്നെ പറ്റി പരക്കെ അങ്ങനെ ഒരു പരാതി ഉണ്ട് കേട്ടാ. അത് അസൂയ. ശോഭാ സുരേന്ദ്രനുമായി തർക്കിക്കുന്നു. ആ വാഹനത്തിലുള്ളവർ മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പാത്തേച്ചോടക്കാരുടെ ഒരു രീതിയാണ് കേട്ടാ. വാർത്തുകൊണ്ട് പൊത്തി കച്ചവടം ഉറപ്പിക്കൽ. പിടിക്ക് 500 രൂപയുണ്ട്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കും ജനങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കും. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ. 3, 4, 5 വണ്ടികൾ വരിവരിയായി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സഹായികൾ വീടുകൾ തോറും പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമെന്നുള്ളത്. നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ടടിക്കുന്ന പ്രസ് ഉണ്ടല്ലോ, കമ്മട്ടം, അതെടുത്തോണ്ട് വന്ന് തുലാഭാരം തൂക്കിയാലും മാരാരിരിക്കുന്ന തട്ട് താണു തന്നെ ഇരിക്കും. കുടുംബമഹിമ നീ കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട. ഒരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുക. തലയ്ക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി എന്നൊരു പാട്ടുണ്ടല്ലോ. അതുപോലെയാ ഇപ്പൊ എന്റെ അവസ്ഥ. ആ വീട്ടിൽ പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുക്കുന്നു. പിന്നെ നിന്റെ കയ്യിലിരിപ്പ് വളരെ മോശം. എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് എന്റെ കിളി പോയി സാറേ. അരിയിൽ നിന്ന് ആശാരിച്ചേം കടിച്ചിട്ട് പിന്നെ നായിക്കാ മുറിവുറപ്പെന്ന് പറഞ്ഞാലോ. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞ പോലെ ആയല്ലോടാ. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചു. ഇതെന്താ ഇവന്റെ ഒക്കെ തറവാടാ? അയ്യേ, അതെ, ഓണം കിട്ടി തെണ്ടാൻ വന്നതും പോരാ, ഇപ്പൊ നിന്ന് അഹങ്കാരം പറയുന്നു. എന്റെ മൊബൈലിൽ എന്റെ ഭഗവതി, ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ. അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറം പൊളിക്കൂ. വേണ്ടി വന്നാ തളയ്ക്കും. അധികം സ്മാർട്ട് ആകരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്. ഇപ്പോഴേ ഞാൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു സത്യം പറയട്ടെ. അപ്പൊ താൻ ഇത്രയും കാലം പറഞ്ഞതൊക്കെ നുണയായിരുന്നോ? ചെറുപ്പക്കാരൻ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ച നീ ലോകത്ത് 7 അത്ഭുതമല്ലേ കണ്ടിട്ടുള്ളൂ? 8ാമതൊരു അത്ഭുതം. ഓഹോ, ഇങ്ങനെ കല്ല് വെച്ചതോളം പറയുന്ന ഒരു പോലീസുകാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അപ്പൊ ഇവരാണ് ആകെ പൈസ തന്നുള്ളൂ, വേറെ ആരും തന്നില്ല അമ്മയ്ക്ക്, അല്ലേ? നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ? കണ്ടോ, നുണ പറയുന്നവനെ ദൈവം അപ്പ ശിക്ഷ കൊടുക്കും.